Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics two-stroke engines, working of two-stroke spark ignition engine, working of two-stroke compression ignition engine, then comparison between two-stroke and four-stroke engines. First one, two-stroke engines. In two-stroke engines, one cycle of operation is completed in two strokes of the piston. That is, one revolution of the crankshaft. നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചത് ഫോർ സ്ട്രോക്ക് എൻജിൻസ് ആയിരുന്നു. അവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിള് ഒരു മെക്കാനിക്കൽ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എത്ര സ്ട്രോക്സ് വേണമായിരുന്നു? 4 സ്ട്രോക്സ് വേണമായിരുന്നു. ഏതൊക്കെയാണ്? സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ സ്ട്രോക്ക്, അതേപോലെ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇത് ഫോർ സ്ട്രോക്ക് എൻജിൻ്റെ ഓപ്പറേഷൻസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ആ സമയത്ത് എന്തുണ്ടായിരുന്നു? ക്രാങ്ക് ഷാഫ്റ്റിന് എത്ര കംപ്ലീറ്റ് റെവല്യൂഷൻ വന്നിട്ടുണ്ടായിന്? 2 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഫോർ സ്ട്രോക്കിന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 കംപ്ലീറ്റ് റെവല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ടു സ്ട്രോക്ക് എൻജിൻ്റെ കേസിൽ എന്താണ്? ഒരു മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ട്രോക്ക്, ഒരു അപ്വാർഡ് സ്ട്രോക്ക്, ഒരു അപ്വാർഡ് സ്ട്രോക്ക്, പിന്നെ ഒരു ഡൗൺവാർഡ് സ്ട്രോക്ക്, അത് മാത്രമേ ഇല്ലൂ. അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് എത്ര റെവല്യൂഷനേ വരുന്നുള്ളൂ? ഒരു റെവല്യൂഷൻ. ആ ഒരു റെവല്യൂഷനിൽ തന്നെ എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ നടക്കുന്ന ബേസിക് പ്രോസസ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. പ്രോസസ്സ് എന്താണ്? സക്ഷൻ വരുന്നുണ്ട്. ചാർജിനെ എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് സക്ക് ചെയ്യുന്നുണ്ട്, അതിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്, ബേൺ ചെയ്യിക്കുന്നുണ്ട്, അതേപോലെ എക്സോസ്റ്റ് ഉണ്ട്. ആ എല്ലാ ഓപ്പറേഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ 2 സ്ട്രോക്സിലാണ് അത്രയും ഓപ്പറേഷൻസ് അവിടെ ചെയ്ത് തീർക്കുന്നത്. The main difference between two-stroke and four-stroke engine is in the method of filling the fresh charge and removing the burned gases from the cylinder. ഇവിടെ നമുക്ക് ചാർജ് മീൻസ് പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ SI എഞ്ചിൻ ആണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ, CI എഞ്ചിൻ ആണെങ്കിൽ എയർ എലോൺ, ജസ്റ്റ് അതിനെ ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജ് ആ സിലിണ്ടറിൻ്റെ അകത്തോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്. അതേപോലെ ഇവിടെ ആ ബേൺഡ് പ്രൊഡക്റ്റിനെ അറ്റ്മോസ്ഫിയറിലോട്ട് പുഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സോസ്റ്റ് സ്ട്രോക്കും ഉണ്ട്. സെപ്പറേറ്റ് സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, ഇവിടെ സെപ്പറേറ്റ് എക്സോസ്റ്റ് സ്ട്രോക്കും ഉണ്ട്. ഇവിടെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ. പക്ഷേ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്താണ്? ഇൻ ടു സ്ട്രോക്ക് എഞ്ചിൻ ദർ ഈസ് നോ സെപ്പറേറ്റ് പിസ്റ്റൺ സ്ട്രോക്ക് ഫോർ സക്ഷൻ ആൻഡ് എക്സോസ്റ്റ് പ്രോസസ്സ്. അതായത് ചാർജ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതേപോലെ ആ ബേൺഡ് പ്രൊഡക്റ്റിനെ പുറത്തോട്ട് തള്ളി വിടാൻ വേണ്ടിയിട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രോക്സ് ഇല്ല ഇവിടെ ടു സ്ട്രോക്ക് എൻജിൻസിൽ. ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അത് ഫില്ലിങ് ദ ഫ്രഷ് ചാർജ്, അതായത് സക്ഷൻ, അതായത് റിമൂവിങ് ദ ബേൺഡ് ഗ്യാസസ് എന്ന് പറയുന്നത് എക്സോസ്റ്റ്. അതിനായിട്ട് സെപ്പറേറ്റ് സ്ട്രോക്സ് ഇല്ല ടു സ്ട്രോക്ക് എൻജിനിൽ. പിന്നെ ഇതിൻ്റെ കേസിൽ വരുന്ന വേറൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ വാൾവ്സ് ഉണ്ട്. ഇൻലെറ്റ് വാൾവ് ഉണ്ട്, എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. അതിന് പകരം ഇവിടെ പോർട്ടാണ്. പോർട്ട്സ് ആർ യൂസ്ഡ് ഇൻ ടു സ്ട്രോക്ക് എൻജിൻ ഇൻസ്റ്റെഡ് ഓഫ് വാൾവ്സ്. ബേസിക്കായിട്ടുള്ള ഡിഫറൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. അതും കൂടെ നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ഒരു പിക്ചർ കിട്ടും. വർക്കിംഗ് ഓഫ് ടു സ്ട്രോക്ക് സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ, ദാറ്റ് ഈസ് SI എൻജിൻ. അതിൻ്റെ ബേസിക് കമ്പോണൻസ് കാണിച്ചിട്ടുണ്ട്. ദ എൻജിൻ സിലിണ്ടർ ഈസ് കണക്റ്റഡ് ടു എ ക്ലോസ്ഡ് ക്രാങ്ക് കേസ്. ഇതാണ് നമ്മളെ എൻജിൻ സിലിണ്ടർ. ഇതാണ് എൻജിൻ സിലിണ്ടറിൻ്റെ പോർഷൻ. ഇതാണ് താഴെയാണ് ക്രാങ്ക് കേസ് വരുന്നത്. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് എൻജിൻ സിലിണ്ടറാണ്, 2 എന്ന് പറയുന്നത് ക്രാങ്ക് കേസ്, 3 ഇതാണ് പിസ്റ്റൺ. അതിൻ്റെ ടോപ്പിലൊരു ഡിഫ്ലക്ടർ ഉണ്ട്, അതിൻ്റെ യൂസ് എന്താണെന്ന് പറയും. പിന്നെ 4 എന്ന് പറയുന്നത് ചാർജ് ഇൻലെറ്റ് പോർട്ട്. ചാർജ് ക്രാങ്ക് കേസിൻ്റെ അകത്തോട്ട് ചാർജ് വരുന്നത്, അതായത് എയർ ഫ്യൂൽ മിക്സ്ചർ വരുന്ന പോർട്ട്, ഇതാണ് പോർട്ട്. ആ പോർട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യൽ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ്. പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ്റെ സമയത്താണ് ഓരോ പോർട്ട് ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. അത് വർക്കിംഗ് പറയുന്ന സമയത്ത് മനസ്സിലാവും. 5 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പോർട്ട്. ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് ക്രാങ്ക് കേസിൽ നിന്ന് സിലിണ്ടറിൻ്റെ അകത്തോട്ട് ചാർജ് പോകുന്നത്, എയർ ഫ്യൂൽ മിക്സ്ചർ പോകുന്നത്. 6 എന്ന് പറയുന്നത് എക്സോസ്റ്റ് പോർട്ട്. ഇതുവഴി എക്സോസ്റ്റ് പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ആ ബേൺഡ് പ്രൊഡക്റ്റ് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത്.
ഇനി 7 എന്ന് പറയുന്നത് അത് സ്പാർക്ക് പ്ലഗ് ആണ്. ഇവിടെ SI എഞ്ചിനാണ്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ്. കംപ്രസ്ഡ് എയർ ഫ്യൂൽ മിക്സറിന് ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, കമ്പസ്റ്റൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാർക്ക് വേണം. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് സ്പാർക്ക് പ്ലഗ് ആണ്. ഓക്കെ, ഇവിടെ 3 ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ 2 സ്ട്രോക്കിൽ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 ഫിഗർ കാണിച്ചിരിക്കുന്നത്. During the upward stroke of the piston, the air fuel mixture in the cylinder is compressed. At the same time, fresh air fuel mixture enters the crankcase through the inlet port. ആദ്യം ഞാൻ അപ്വേർഡ് മോഷനാണ് പറയുന്നത്. ഓക്കെ, അപ്വേർഡ് മോഷൻ ഇവിടെ ഓൾറെഡി ഈ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ട്, എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ട്, ചാർജ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് അടുത്ത ഡൗൺവേർഡ് സ്ട്രോക്ക് വരുന്ന സമയത്ത് മനസ്സിലാവും. ആദ്യം അപ്വേർഡ് സ്ട്രോക്ക് ഇതിൻ്റെ അകത്തുനിന്നുണ്ട്, ചാർജ് ഉണ്ട്, എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെ ഉണ്ട്. പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, പിസ്റ്റൺ ഈ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ചാർജിനെ കംപ്രസ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഏത് പോർട്ട് ഓപ്പൺ ആവും, ഈ ഒരു പോർട്ട്, ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവും. ഓക്കെ, പിസ്റ്റൺ ആ ഇൻലെറ്റ് പോർട്ടിനെ അൺകവർ ചെയ്യുന്ന സമയത്ത് ആ പോർട്ട് ഓപ്പൺ ആയി ആ പോർട്ട് വഴി എന്ത് ചെയ്യും, ഈ ക്രാങ്ക് കേസിലോട്ട് എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിനെ കംപ്രസ് ചെയ്തു, അതേപോലെ തന്നെ ക്രാങ്ക് കേസിലോട്ട് ഈ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ചെയ്തു. Towards the end of the stroke, the air fuel mixture is ignited using electric spark from the spark plug. Then the piston travel downward due to the force exerted by burning gases on the top of the piston. ഓക്കെ, ഇതിനെ കംപ്രസ് ചെയ്തു. കംപ്രഷൻ തീരുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്യും. സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പസ്റ്റൻ നടക്കും. ആ ബേണിങ് ഗ്യാസ് ബേൺ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഗ്യാസ് ഫോഴ്സ് എന്ത് ചെയ്യും, പിസ്റ്റണെ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് തള്ളും. ഓക്കെ, പിസ്റ്റൺ എന്ത് ചെയ്യും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. During this expansion stroke, the air fuel mixture in the crankcase is compressed. പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രാങ്ക് കേസിൽ ഓൾറെഡി എന്തുണ്ടാവും, എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവും. അതിനെ സ്ലൈറ്റ്, മേജർ കംപ്രഷൻ എന്നല്ല, സ്ലൈറ്റ് ആയിട്ടൊന്ന് കംപ്രസ് ചെയ്യും. ഓക്കെ, പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാ പോർട്ടും ക്ലോസ് ചെയ്തു. ഇവിടെ എക്സോസ്റ്റ് പോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇൻലെറ്റ് പോർട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പിസ്റ്റൺ എത്തുന്ന സമയത്ത്. ഇതിലെ ക്രാങ്ക് കേസിലെ എയർ ഫ്യൂൽ മിക്സറിനത് കംപ്രസ് ചെയ്യും, സ്ലൈറ്റായിട്ട് കംപ്രസ് ചെയ്യും. അടുത്തത്, നിയർ ദി എൻഡ് ഓഫ് ദി എക്സ്പാൻഷൻ സ്ട്രോക്ക് ദ പിസ്റ്റൺ അൺകവേഴ്സ് ദി എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ദി ബേൺഡ് ഗ്യാസസ് എസ്കേപ്പ് ത്രൂ ദി പോർട്ട്. പിസ്റ്റൺ കുറച്ചും കൂടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ സ്ട്രോക്കിൽ ആരാദ്യം അൺകവർ ചെയ്തു, ഇവിടെ ഈ ഒരു എക്സോസ്റ്റ് പോർട്ട് അൺകവർ ചെയ്തു. ആദ്യം എക്സോസ്റ്റ് പോർട്ട് അൺകവർ ചെയ്യും. ആ സമയത്ത് അതുവഴി ആ ബേൺഡ് പ്രോഡക്റ്റ് ലീവ് ചെയ്യും, എൻജിൻ സിലിണ്ടറിൽ നിന്ന് പുറത്തോട്ട് പോകും. ഓക്കെ, പിന്നെയും പിസ്റ്റൺ താഴോട്ട് വരുന്ന സമയത്ത് ആരാണ്, ട്രാൻസ്ഫർ പോർട്ടിനെ അൺകവർ ചെയ്തു. ഇതാണ് ട്രാൻസ്ഫർ പോർട്ട്, ഇവിടെ അൺകവർ ചെയ്യും. ഓൺ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ദി പിസ്റ്റൺ ദ ട്രാൻസ്ഫർ പോർട്ട് ഈസ് അൺകവേർഡ് ആൻഡ് ദ സ്ലൈറ്റ്ലി കംപ്രസ്ഡ് എയർ ഫ്യൂൽ മിക്സർ ഇൻ ദ ക്രാങ്ക് കേസ് ഫ്ലോസ് ഇൻ ടു ദി സിലിണ്ടർ ത്രൂ ദി ട്രാൻസ്ഫർ പോർട്ട്. ഈ ട്രാൻസ്ഫർ പോർട്ട് അൺകവർ ചെയ്തു. ഓക്കെ, ആ സമയത്ത് ഇവിടെ സ്ലൈറ്റ്ലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, ഈ ഒരു പാസേജ് വഴി നേരെ എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത സ്ട്രോക്കിൽ പിസ്റ്റൺ താഴെ വന്ന് ആദ്യം അടുത്ത സ്ട്രോക്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് ആരെയാണ്, ആ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ചാർജിനെ ആദ്യം കംപ്രസ് ചെയ്യും. ദെൻ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് 2 സ്ട്രോക്ക് എൻജിൻ. ഇവിടെ എന്തായി, അപ്വേർഡ് സ്ട്രോക്ക് ഡൗൺവേർഡ് സ്ട്രോക്ക് ആവുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു. സക്ഷൻ കഴിഞ്ഞു, അതേപോലെ കംപ്രഷൻ കഴിഞ്ഞു, എക്സ്പാൻഷൻ കഴിഞ്ഞു, എക്സോസ്റ്റും കഴിഞ്ഞു. മീൻസ് 1 റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റിൽ അല്ലെങ്കിൽ 2 സ്ട്രോക്സ് ഓഫ് ദി പിസ്റ്റണിൽ തന്നെ കംപ്ലീറ്റ് സൈക്കിളായി. ഇനി പിസ്റ്റൺ, ഈ ഒരു ഡിഫ്ലക്ടർ, അതിൻ്റെ യൂസാണ് പറയുന്നത്. The piston top usually has a projection to deflect the fresh charge towards the top of the cylinder. ഈ ഫിഗറൊക്കെ കുറച്ചും കൂടെ മനസ്സിലാവും. പിസ്റ്റൻ്റെ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ, ഇതിൻ്റെ ടോപ്പിലൊരു ഡിഫ്ലക്ടർ ഉണ്ട്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ചാർജ് അതിനെ പിസ്റ്റൺ ടോപ്പിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷേപ്പ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വരുന്ന ചാർജിനെ നേരെ പിസ്റ്റൺ ടോപ്പിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് വിടും. അതിൻ്റെ ആവശ്യം എന്താണ്,
This serves the double purpose of scavenging the combustion product from the upper part of the cylinder and preventing the fresh charge from flowing out directly through the exhaust port. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് കുറേ പോയിട്ടുണ്ടാവും. ബാക്കി ഇതിൽ നിൽക്കുന്ന ബേൺഡ് ഗ്യാസസ്, ഓക്കെ, ബേൺഡ് ഗ്യാസസ് ഈ സിലിണ്ടറിൻ്റെ ടോപ്പിലേക്ക് നിൽക്കുന്ന ആ ബേൺഡ് ഗ്യാസസിനെ പുറത്തോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഡിഫ്ലക്ടർ വഴി നേരെ ചാർജ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിൻ്റെ സിലിണ്ടർ ടോപ്പിലോട്ടാണ് പോകുന്നത്. അവിടെ ഇല്ല ആ ബേൺഡ് പ്രൊഡക്റ്റിനെ എന്തായി പുറത്തോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ബേൺഡ് ഗ്യാസസിനെ ഫ്രഷ് ചാർജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഈ ഡിഫ്ലക്ടറിൻ്റെ യൂസ് എന്നാണ്, ഈ ഡിഫ്ലക്ടർ ഇല്ലെങ്കിൽ ഈ വരുന്ന ചാർജ് ഡയറക്റ്റായിട്ട് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇതിനെ നേരെ അപ്വാർഡ് ഡയറക്ഷനിൽ ചാർജിനെ റീഡയറക്റ്റ് ചെയ്ത് വിടുന്ന സമയത്ത്. ഓക്കെ, ആ ഡിഫ്ലക്ടറിൻ്റെ രണ്ട് യൂസസ് അതാണ്. ഓക്കെ, ഡിഫ്ലക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ സം ഫ്രഷ് ചാർജസ് നോർമലി എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകും. ഓക്കെ, ആക്ച്വൽ കേസിൽ. അടുത്തത് വർക്കിംഗ് ഓഫ് 2-stroke കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻ. ഓക്കെ, ഇതിൻ്റെ ബാക്കി വർക്കിംഗ് ഒക്കെ സിമിലറാണ്. നമുക്കിവിടെ എന്താണ് സ്പാർക്ക് പ്ലഗിന് പകരം ഉണ്ടാകുന്നവരാണ് ഫ്യൂൽ ഇഞ്ചക്ടറാണ്. കമ്പോണൻസ് ബാക്കിയൊക്കെ സിമിലറിന് 1 എൻജിൻ സിലിണ്ടർ, 2 എന്ന് പറയുന്നത് ക്രാങ്ക് കേസ്, 3 പിസ്റ്റൺ, 4 എയർ ഇൻലെറ്റ് പോർട്ടാണ്. CI എഞ്ചിനിൽ എയറിനെ മാത്രമാണ് കംപ്രസ് ചെയ്യുന്നത്, എയർ ഫ്യൂൽ മിക്സ്ചറിനെയല്ല. എയർ ഇൻലെറ്റ് പോർട്ടാണ്. പിന്നെ 5 ട്രാൻസ്ഫർ പോർട്ടിന്, 6 എക്സോസ്റ്റ് പോർട്ടിന്, 7 എന്ന് പറയുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറാണ്. ഓക്കെ, CI എഞ്ചിൻ 4-stroke CI എഞ്ചിൻ്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, അല്ലാണ്ട് സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് ബേൺ ചെയ്യിക്കുന്നതല്ല. ഓക്കെ, ഓപ്പറേഷൻ നോക്കാം. ഡ്യൂറിങ് ദി അപ്വാർഡ് സ്ട്രോക്ക് ഓഫ് ദ പിസ്റ്റൺ ദ എയർ ഇൻ ദ സിലിണ്ടർ ഈസ് കംപ്രസ്ഡ്. ഇനീഷ്യലി നേരത്തെ പറഞ്ഞ കണക്കിന് ഇവിടെ എയർ ഓൾറെഡി ഉണ്ട്, പിസ്റ്റൺ അപ്വാർഡ് മോഷനാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഓൾറെഡി ട്രാപ്പ് ചെയ്ത എയറിനത് കംപ്രസ് ചെയ്യും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഈ എയർ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഫ്രഷ് എയർ എൻറ്റേഴ്സ് ദി ക്രാങ്ക് കേസ് ത്രൂ ദി എയർ ഇൻലെറ്റ് പോർട്ട്. ഓക്കെ, ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദി സ്ട്രോക്ക്. ഓക്കെ, കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം എത്തുന്ന സമയത്ത് ദ ഫ്യൂൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ സ്പ്രേ ബൈ ദി ഫ്യൂൽ ഇഞ്ചക്ടർ ആൻഡ് ഡ്യൂ ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ദ ഫ്യൂൽ സ്റ്റാർട്ട് ബേണിംഗ്. കംപ്രസ് ചെയ്ത് തീരാനാവുന്ന സമയത്ത് ഫ്യൂൽ അതിലോട്ട് ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, ഈ എയറിനെ വെരി ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചേഴ്സിലോട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂവലിനെ സെൽഫ് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിലായിരിക്കും എയർ ഉണ്ടാവുക. മീൻസ് എന്താ, ഫ്യൂവൽ അതിലോട്ട് ഫൈൻ സ്പ്രേ ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ബേണിംഗ് നടന്നു. ഓക്കെ, ദ പിസ്റ്റൺ ദെൻ ട്രാവൽ ഡൗൺവേർഡ് ഡ്യൂ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബേണിംഗ് ഗ്യാസസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി പിസ്റ്റൺ. ബേണിംഗ് നടക്കുന്ന സമയത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ഗ്യാസ് പ്രഷർ കൊണ്ട് പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ആര് അൺകവർ ചെയ്യും? എക്സോസ്റ്റ് പോർട്ടിനെ അൺകവർ ചെയ്യും. അതുവഴി ബേൺഡ് ഗ്യാസസ് പുറത്തോട്ട് പോകും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലുള്ള എയറിനെ സ്ലൈറ്റ്ലി കംപ്രസ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള എയറിനെ സ്ലൈറ്റ്ലി കംപ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സോസ്റ്റ് പോർട്ട് അൺകവർ ചെയ്തു. അടുത്ത സ്റ്റേജിൽ ട്രാൻസ്ഫർ പോർട്ടിനെ അൺകവർ ചെയ്തു. ട്രാൻസ്ഫർ പോർട്ടിനെ അൺകവർ ചെയ്യുന്ന ആ സമയത്ത് ഈ ക്രാങ്ക് കേസിലെ എയർ നേരെ സിലിണ്ടറിലോട്ട് വന്നു. ഈ ഒരു പാസേജ് വഴി നേരെ സിലിണ്ടറിലോട്ട് വരുന്നു. ഓക്കെ, പിന്നെ എഗെയിൻ എന്താ ചെയ്യുന്നത്? പിസ്റ്റൺ ഈ ഒരു എൻഡിലെത്തി കഴിഞ്ഞു. പിന്നെയും തിരിച്ചു പോകുന്ന സമയത്ത് ആ ട്രാപ്പ് ചെയ്ത എയറിനെ അഗെയിൻ കംപ്രസ് ചെയ്യുന്നു. മീൻസ് ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്ത് പോവുന്നു. ഓക്കെ, ഇങ്ങനെയാണ് 2-stroke CI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ 2-stroke ആൻഡ് 4-stroke എഞ്ചിൻസ്. ഫസ്റ്റ് വൺ, ദർ ഈസ് 1 വർക്കിംഗ് സ്ട്രോക്ക് ഇൻ ഈച്ച് റെവല്യൂഷൻ. 2-stroke ആണ് പറയുന്നത്. ഹെൻസ് എഞ്ചിൻ ഹാസ് മോർ യൂണിഫോം ടോർക്ക് ആൻഡ് റെഡ്യൂസ്ഡ് വൈബ്രേഷൻ. 4-strokeൽ ദർ ഈസ് 1 വർക്കിംഗ് സ്ട്രോക്ക് ഇൻ 2 റെവല്യൂഷൻസ്. ഹെൻസ് എഞ്ചിൻ ഹാസ് നോൺ യൂണിഫോം ടോർക്ക് ആൻഡ് ലാർജ് വൈബ്രേഷൻ. 2-stroke എഞ്ചിൻ്റെ കേസിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ റെവല്യൂഷനും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. 4-strokeൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റെവല്യൂഷനിലാണ് നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. ഓക്കെ, ആ പവർ എന്ന് വെച്ചാൽ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ്.
അതിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിനിൽ ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റവല്യൂഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ 4 സ്ട്രോക്കിൻ്റെയിൽ ആ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ആ ടോർക്ക് അവിടെ കിട്ടുന്നത് 2 റവല്യൂഷനിലാണ്. എവിടെയായിരിക്കും യൂണിഫോം ആയിട്ട് കിട്ടുന്നുണ്ടാവുക? 2 സ്ട്രോക്ക് എഞ്ചിനിലായിരിക്കും ആ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് യൂണിഫോം ആയിട്ട് ടോർക്ക് കിട്ടുന്നത്. ഓരോ റവല്യൂഷനിലും കിട്ടുന്നതുകൊണ്ട് അത് എന്താ യൂണിഫോം ആയിട്ട് സംവാട്ട് യൂണിഫോം. 4 സ്ട്രോക്കിലെ 2 റവല്യൂഷനിലാണ് ഒരു ടോർക്ക് അവിടത്തേക്ക് ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോൺ യൂണിഫോം ടോർക്കാണ് കിട്ടുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ സിൻസ് ദർ ഈസ് മോർ യൂണിഫോം ടോർക്ക് ലൈറ്റർ ഫ്ലൈ വീൽ ഈസ് റിക്വയർഡ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ലൈറ്റർ ഫ്ലൈ വീലാണ്, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ഹെവിയർ ഫ്ലൈ വീലാണ്. കാരണം ഇവിടെ നോൺ യൂണിഫോം ടോർക്കാണ്. ഫ്ലൈ വീൽ എന്ന് വെച്ചാൽ ആ ഒരു സ്മൂത്ത് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഡിവൈസ് അല്ല, ഒരു അറേഞ്ച്മെൻറ്റാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ലാർജ് വീലാണ്. ഓക്കെ, ആ എഞ്ചിൻ്റെ ഷാഫ്റ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടിലായിട്ട് കിട്ടുന്നത് ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ട് കിട്ടണം. ഓക്കെ, ഷാഫ്റ്റ് നല്ല യൂണിഫോം ടോർക്ക് അതിൽ കിട്ടണം, ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ടോർക്കാണ് നമുക്ക് പ്രാക്ടിക്കലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഓൾറെഡി സം യൂണിഫോം ടോർക്കാണ് അതിലുള്ളത്. അതുകൊണ്ട് ലൈറ്റർ ആയിട്ടുള്ള ഫ്ലൈ വീൽ മതി. 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ പറഞ്ഞാൽ അതിൽ ഷാഫ്റ്റിലുള്ള ടോർക്ക് എന്ന് പറയുന്നത് ഹെവിലി നോൺ യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ ലാർജർ ഫ്ലൈ വീൽസ് യൂസ് ചെയ്താലേ നമുക്കതിനെ യൂണിഫോം ആയിട്ട് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ഇറ്റ് യൂസസ് പോർട്ട് ആൻഡ് ഹെൻസ് എഞ്ചിൻ ഡിസൈൻ ഈസ് സിമ്പിൾ. 4 സ്ട്രോക്കിൽ ഇറ്റ് യൂസസ് വാൾവ്സ്, ദെർഫോർ മെക്കാനിസം ഇൻവോൾവ്ഡ് ഈസ് കോംപ്ലക്സ്. അതായത് 2 സ്ട്രോക്കിൽ നമുക്ക് വാൾവ് യൂസ് ചെയ്യുന്നില്ല, പോർട്ട് വഴിയാണ് എഞ്ചിൻ്റെ അകത്തോട്ട് ചാർജ് എൻ്റർ ചെയ്യുന്നതും ബേൺഡ് പ്രൊഡക്റ്റ് ലീവ് ചെയ്യുന്നതും. ഓക്കെ, അതുകൊണ്ട് എഞ്ചിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ 4 സ്ട്രോക്കിൽ വരുന്ന സമയത്ത് വാൾവ് ഓപ്പറേറ്റ് ചെയ്യണം. അത് ക്യാം ആൻഡ് ഫോളോവർ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 4th one, the burned gases are not completely driven out. It results in dilution of fresh charge. 4 stroke it has separate stroke for exhaust and thus ideally no dilution of fresh charge. 2 stroke engine കേസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് സ്ട്രോക്ക് ഇല്ല. ഓക്കെ, ആ ഒരു കേസിലെ പ്രശ്നം എന്താണ്? ആ എഞ്ചിൻ്റെ അകത്തുള്ള ബേൺഡ് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം പുറത്തോട്ട് പോകണമെന്നില്ല 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ആ വരുന്ന ഫ്രഷ് ചാർജും ആ ഓൾറെഡി ഇല്ല റെസിജ്വൽ കമ്പസ്റ്റൻ പ്രൊഡക്റ്റും തമ്മിൽ അവിടെ ഡൈല്യൂഷൻ മിക്സിങ് സംഭവിച്ചിട്ട് ആ ഫ്രഷ് ചാർജിനത് ഡൈല്യൂട്ട് ചെയ്യും. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ഐഡിയലി പറയുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് എക്സോസ്റ്റ് സ്ട്രോക്ക് ഇല്ലാതുകൊണ്ട് അവിടെയുള്ള ബേൺഡ് പ്രൊഡക്റ്റിനൊക്കെ നമുക്ക് പുറത്തോട്ട് തള്ളാൻ വേണ്ടി പറ്റും. അടുത്ത സ്ട്രോക്കിൽ വരുന്ന ഫ്രഷ് ചാർജ് ആ ബേൺഡ് പ്രൊഡക്റ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഐഡിയലാണ്. പക്ഷേ പ്രാക്ടിക്കലി വരുന്ന സമയത്ത് 4 സ്ട്രോക്ക് ആയാൽ പോലും ഇവിടെ നിന്നുണ്ടാകും കുറച്ച് റെസിജ്വൽ ഗ്യാസസ് അവിടെ ഉണ്ടാവും, ബേൺഡ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും എഞ്ചിൻ്റെ അകത്ത്. 5th one, poor thermal efficiency due to poor scavenging and escaping of charge with exhaust gas. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ 4 സ്ട്രോക്കിൽ ഹൈ തെർമൽ എഫിഷ്യൻസി. അതായത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം, ആ ബേൺഡ് ഗ്യാസസിനെ ഫുള്ളായിട്ട് പുറത്തോട്ട് തള്ളാൻ വേണ്ടി പറ്റുന്നില്ല. ആ ചാർജ് അവിടെ ഫ്രഷ് ചാർജിനെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്, അതൊരു കാര്യം. പിന്നെ വരുന്ന ഫ്രഷ് ചാർജ് ഡയറക്റ്റ് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യാം. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ 2 സ്ട്രോക്കിൻ്റെ കേസിൽ തെർമൽ എഫിഷ്യൻസി 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. ഇനി 6th one, 2 സ്ട്രോക്കിൻ്റെ തിയററ്റിക്കലി 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഡെവലപ്പ് ട്വൈസ് ദി പവർ ഓഫ് 4 സ്ട്രോക്ക് എഞ്ചിൻ ഫോർ സെയിം സൈസ് ആൻഡ് സെയിം സ്പീഡ് ഓഫ് ദി എഞ്ചിൻ. അതായത് ഇപ്പം ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ എടുക്കുന്ന ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എടുക്കുന്നത് 2 സെയിം സൈസ്, അതേപോലെ സെയിം RPM റൺ ചെയ്യുന്നു. ഓക്കെ, 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് എഞ്ചിൻ സെയിം സ്പീഡിൽ റൺ ചെയ്യുന്നു, അതേപോലെ സെയിം സൈസ്. ആർക്കായിരിക്കും കൂടുതൽ പവർ കിട്ടുക? തിയററ്റിക്കലി പറയുന്നുണ്ടെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഡബിൾ ആയിരിക്കും. കാരണം ഓരോ റവല്യൂഷനും അവിടെ ഒരു വർക്കിംഗ് സ്ട്രോക്ക് ഉണ്ട്, പവർ സ്ട്രോക്ക് ഉണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിന് 2 റവല്യൂഷനിലാണ് ഒരു പവർ സ്ട്രോക്ക് വരുന്നത്. ഓക്കെ, 2 സ്ട്രോക്ക് എഞ്ചിൽ തിയററ്റിക്കലി പറഞ്ഞ സമയത്ത് ഡബിൾ ദി പവർ വേണം. പക്ഷേ ആക്ച്വൽ കേസിലെന്ന് പറഞ്ഞാൽ സം 30% ഇൻക്രീസ് ഇൻ പവർ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫോർ ദി സെയിം പവർ ഔട്ട്പുട്ട് ദ എഞ്ചിൻ ഈസ് ലൈറ്റർ ആൻഡ് കോമ്പാക്ട്. അതായത് 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും ഉണ്ട്. ഓക്കെ, സെയിം പവർ ഔട്ട്പുട്ടാണ് വേണ്ടത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിനിൽ സെയിം സൈസും RPM എടുക്കുന്ന സമയത്ത് 2 സ്ട്രോക്ക് എഞ്ചിനിൽ പവർ കൂടുതലാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിം പവർ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏത് എഞ്ചിനായിരിക്കും ലൈറ്റർ ഉണ്ടാവുക? 2 സ്ട്രോക്ക് എഞ്ചിനായിരിക്കും ലൈറ്റർ ആൻഡ് കോമ്പാക്റ്റ് ഉണ്ടാവുക. ഓക്കെ, 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ചീപ്പറാണ്. വാൾ മെക്കാനിക്സ് അങ്ങനെ കുറേ കാര്യങ്ങളില്ല. അതേപോലെ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ മെയിൻ്റനൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോസ്റ്റ്ലിയർ ആണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസിയും കുറവാണ്. തെർമൽ എഫിഷ്യൻസി കുറവാണ്. അതുപോലെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയാൻ കാരണം എന്ന് വെച്ചാൽ ആ സെക്ഷനിലെ ടൈം അവിടെ കുറച്ച് കുറവാണ്. അതുപോലെ 4 സ്ട്രോക്ക് എഞ്ചിനിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടുതലാണ്. 10th one, greater cooling and lubrication is required since there is one power stroke in each revolution of crankshaft. 4 stroke less cooling and lubrication is required. ഇപ്പം 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ കൂടുതൽ വേണം. കാരണം ഇവിടെ പെട്ടെന്ന് ഓരോ സ്ട്രോക്കിലും, അതായത് ഓരോ റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലും എന്തുണ്ട്, ബേണിങ് നടക്കുന്നുണ്ട്. അത്രയും ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേണിങ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെയാണ് 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ ഓരോ റെവല്യൂഷനും ബേണിംഗ് ഉണ്ട്. മീൻസ് അത്രയും ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂളിങ് അതേപോലെ അവിടെ ലൂബ്രിക്കേഷനും അവിടെ കൂടുതലായിട്ട് വേണം 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്.